കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്നു ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും സുപരിചിതമായതും അനവധി പ്രാവശ്യം വായിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വചനമാണ് നമ്മൾ വായിച്ചത്. യിരെമ്യാ പ്രവാചകന്റെ ആത്മഭാരത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥന, തന്റെ ഹൃദയത്തിന്റെ വേദന, ഇസ്രായേലിന്റെ പാപം മുഖാന്തരം താൻ അനുഭവിക്കുന്ന ആ സങ്കടാവസ്ഥ, ഇതെല്ലാം കൂടെ താൻ ആത്മാവിൽ ചേർത്ത് വെച്ച് ദൈവത്തിന് നിലവിളിക്കുന്ന ഒരു ഭാഗമാണ്. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായി കൊള്ളായിരുന്നു. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രസംഗിക്കുകയും ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള വചനമാണെങ്കിലും ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഈ ഒരു പ്രാർത്ഥനയും ആരാധനയും ഈ ഒരു ശുശ്രൂഷയും ഈ ഒരു ആത്മഭാരവും പരസ്പരം കരുതുവാനും സ്നേഹിക്കുവാനും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും ഒരുവനോട് ഒരുവൻ പ്രാർത്ഥിക്കുവാനും സ്വന്തം ഗുണം മാത്രം നോക്കാതെ മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കി പരസ്പരം കരങ്ങൾ കോർക്കുവാനുള്ള ആ ഒരു ദർശനം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ദൈവസഭകൾക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കേരളം, ഭാരതം, ലോക രാജ്യങ്ങൾ എത്രയോ മുമ്പേ വലിയ ഉണർവിന്റെ തീ ആളി കത്തിയേനെ. അല്ലേ? വചനമുണ്ട്, പക്ഷെ ഇന്നത്തെ ജനത്തിനിടയിൽ അതില്ലെന്നുള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തെ നോക്കിയാലും ദൈവസഭകളെ നോക്കിയാലും തമ്മിൽ കുത്തും, തൊഴുത്തിൽ കുത്തും. പണ്ട് പഴമക്കാരുടെ പല്ലിനിടയിൽ കുത്തി മണപ്പിച്ചെന്നൊക്കെ പറയുമല്ലോ, ഒരു വല്ലാത്ത വാക്ക് എന്ന് പറഞ്ഞ രീതി അല്ലാതെ ഈ വചനമായിട്ട് യാതൊരു പൊരുത്തവുമില്ല. ഇല്ലെങ്കിൽ ഇതിലുണ്ടെന്ന് പറ, ഞാൻ എത്രയോ തെളിവുകൾ തരാം, എത്രയോ ആളുകളെ. കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ ഒരു വിശ്വാസിയുടെ ഭവനത്തിൽ പോയി. ലേലിയ, ഞാൻ നിങ്ങൾ പറഞ്ഞു വരുന്നതല്ല, അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാണ്, വീട് സന്ദർശിക്കുവാൻ. അപ്പൊ ഞാൻ അവിടെ ഇരിക്കും, വേറെ രണ്ട് ദൈവദാസന്മാർ വന്നു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടെന്നുള്ളവർക്കറിയില്ല. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുക ചെയ്ത് അവിടുത്തെ സഹോദരി വിളിച്ചു, പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പൊ അവർ മനസ്സോടെ കയറി വന്നിട്ട് അതിന് വലിയ വാചാലതയ്ക്കുള്ള ഒരു പാസ്റ്റർ, ഞാൻ കൈ കൊടുത്തിട്ട് കൈ തന്നില്ല. അതൊക്കെ എന്നോട് കാണിച്ചത് ഇങ്ങനെ വലിയ എന്തോ വലിയ മാവിനെ നമസ്കരിക്കുന്ന പോലെ ഒരുവിധം പരിഹാസത്തോടു കൂടി കാണിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ ഓർത്ത്, ഈ ദൈവദാസൻ ഇത്രമാത്രം അതമ്പതിച്ച വ്യക്തിയാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ വീട്ടിലല്ല ഇരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലുമല്ല. ഞാൻ എന്റെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികളെ വീട്ടിലിരുന്നപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം വന്നത് എന്തിനാണ്? നുണ പറയാനാണ്. മുമ്പവിടെ വന്നിട്ടുള്ള നുണ പറയാനാണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ സൗദി എന്ത് പറഞ്ഞിട്ട് പറയുകയും ചെയ്യും. അങ്ങനത്തെ എത്രയോ ദൈവദാസന്മാർ, എത്രയോ ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ എങ്ങനെ ഉണർവ്? ഇവരൊക്കെ മാറി നിന്ന് വലിയ ഉണർവ് വേണ്ടി ഒരുപാട് മീറ്റിംഗ് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ പരസ്പരം കണ്ടാൽ ഇത്രമാത്രം വെറും മോശമായ രീതിയിൽ ഇടപെടുന്ന ഇവരാണോ പ്രാർത്ഥിക്കുന്നത്? ഇവരാണോ യിരെമ്യാവിനെ പോലെ ഈ ആത്മഭാരമുള്ള വചനമെടുത്ത് ശുശ്രൂഷിക്കുന്നത്? ഇത് ആദിമ സഭയിലുണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് ആരാധിച്ചപ്പോൾ അല്ലെ ഇതുണ്ടായിരുന്നു. ആദിമ കാലഘട്ടത്തിൽ ദൈവസഭയിലുണ്ടായി. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇതൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു സഭയ്ക്കകത്തും ഈ പ്രാർത്ഥനയില്ല. ഞാൻ പല മീറ്റിങ്ങുകൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും കുറ്റങ്ങളും കുറവുകളും അല്ലാതെ വേറെ ഒന്നും കുറ്റവും കുറവും കണ്ടുപിടിച്ച് വിമർശിക്കുന്നതല്ലാതെ മറ്റൊന്നും കാണാനില്ല. നിങ്ങളിനി എന്തെല്ലാം വിമർശിച്ചാലും, ഇനി ഞാൻ പറയുന്ന മെസ്സേജ് കേട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്കിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ നികത്തിയാൽ മതി. ഇപ്പം പ്രവാചകൻ പറയുന്നത്, രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന ആഗ്രഹവും ആത്മഭാരമാണ്. ഈ കാലഘട്ടം ദൈവസഭയ്ക്ക് അതാ വേണ്ടിയത്. അല്ലേ?
നാം മറ്റുള്ളവരെ വിധിക്കാൻ ആരാ? മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മളെ എത്ര പേര് വിധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. നമ്മുടെ മേൽ എത്രമാത്രം കുറ്റങ്ങളും കുറവുകളും ഇരിക്കുമ്പോഴാണ് നാം മറ്റൊരാളെ വിധിക്കുന്നത്, മറ്റൊരാളെ കുറ്റം കണ്ടുപിടിച്ച് സമൂഹത്തിൽ ഒട്ടിച്ചടിക്കുന്നത്. നമ്മുടെ മേൽ എത്രമാത്രം കുറ്റങ്ങളുള്ളപ്പോഴാണ്. നമ്മുടെ മേലുള്ള കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ടാണ് നാം പലരെയും വിധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതും പഴമക്കാർ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഈ പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചിരുന്നാ കുടിക്കുന്നത്, അല്ലേ? കാരണം പൂച്ചയുടെ ചിന്ത, ഞാൻ പാല് കുടിക്കുന്നത് ആരും കാണുന്നില്ല. കാരണം പൂച്ചയല്ലേ കണ്ണടച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പാല് കുടിക്കുന്ന ആരും കാണുന്നില്ല. പക്ഷെ ജനമെല്ലാം കാണുന്നുണ്ടെന്നുള്ളത് പൂച്ചയ്ക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തെ ദൈവസഭയിൽ ക്രൈസ്തവ സമൂഹം ഈ പൂച്ച പാല് കുടിക്കുന്ന പോലെ അവരുടെ തെറ്റുകൾ അവർ മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്, അല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെടണം കേട്ടോ. ഈ കാലഘട്ടത്തിൽ ദൈവം വലിയ ഉണർവുണ്ടേ എന്ന് പലരും പറയുന്നത് കേൾക്കാം. എന്ത് ഉണർവാണ് നിങ്ങൾ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസവും ഒരു ദൈവാസം പറഞ്ഞ്, എന്റെ പാസ് ചില സ്ഥലത്ത് നിന്ന് ഒരു സഭയ്ക്ക് മൂന്ന് ബോർഡ് 4 ബോർഡാന്നാ പറഞ്ഞത്. 3ഉം 4ഉം ബോർഡുകളാണ്. ഓരോരുത്തരും ചെല്ലുമ്പോൾ ഓരോരോ ബോർഡ് മാറ്റുക. ഇതാണ് ഉണർവെന്ന് പറയുന്നത്. ഞാൻ ആ സ്ഥലമൊന്നും പറയുന്നില്ല. ഇതാണ് ഉണർവെന്ന് പറയുന്നത്. ഇതാണ് ഈ സഭയുടെ പ്രവർത്തനം, അല്ലേ? എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതാണ്. ജനത്തിന്റെ പാപമുഖാന്തരം യിരെമ്യാ പ്രവാചകൻ കരഞ്ഞതുപോലെ കണ്ണുനീരോടെ കരയുവാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ക്രൈസ്തവ സമൂഹത്തിനിടയിലെ എല്ലാ ഇടർച്ചകളും വിള്ളലുകളും മാറ്റിക്കളഞ്ഞ് പരസ്പരം കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം, അല്ലേ? അപ്പൊ കണ്ണുകളിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെടുവാൻ, തലയിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെടാൻ പ്രവാചകൻ ആഗ്രഹിക്കുക. നമ്മൾ സാധാരണ നീരുറവ് കണ്ടിട്ടുള്ളത് നമ്മൾ ഭൂമിയിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന നീരുറവുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നത് എന്താണ്? രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും. അപ്പം തലയിൽ നിന്നും കണ്ണിൽ നിന്നും ഓരോ നീരുറവ് പുറപ്പെട്ടെങ്കിൽ കൊള്ളായിരുന്നു. അതൊരു വലിയ ഭാരമുള്ള പ്രാർത്ഥനയല്ലേ? ആത്മഭാരമുള്ള പ്രാർത്ഥനയല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലേ, നമ്മൾ എത്രയോ സന്തോഷത്തോടെ നമ്മുടെ സഭകൾ അതിശക്തമായി മുന്നേറിയനെ. അപ്പം പ്രവാചകനെ പോലെ നമുക്കും പറയാൻ കഴിയുന്ന, കർത്താവ്, എന്റെ തലയിൽ നിന്നും എന്റെ കണ്ണിൽ നിന്നും ഒരു നീരുറവ് പുറപ്പെടണം. എനിക്ക് ചുറ്റും ആയിരങ്ങൾ, പതിനായിരങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിൽ വീണ, സാത്താനി ആരാധന വീണ്, ഓൺലൈൻ സാത്താനി ആരാധന, അതുപോലെ ഓൺലൈനിലൂടെ നടക്കുന്ന എല്ലാ അശ്ലീലമായ ചിത്രങ്ങൾ, കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഗെയിമുകൾ, അതുപോലെ അനവധി യുവാക്കന്മാരെ ദിവ്യാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന റമ്മി സർക്കിൾ എന്ന് പറയുന്ന റമ്മികളി, ഇങ്ങനെ ഇതിൽ എത്രയോ ജനത്തെയാണ് പിശാച് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റമ്മികളിക്കകത്ത് ദൈവമക്കൾ പോലും അകപ്പെട്ട് പലരുടെയും അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ നഷ്ടപ്പെട്ട് പലരും ആത്മഹത്യ വരെ ചെയ്തു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ദൈവസന്നിധിക്ക് മടങ്ങുക. പാപത്തിന്റെ വഴികൾ വിട്ട്, ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾ വിട്ട്, സുഖസൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ദൈവസന്നിധിക്ക് കടന്നു വന്ന കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിൽ മരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു അനുഭവം, തലയിൽ നിന്നും കണ്ണിൽ നിന്നും കണ്ണുനീർ ഉറവകളായി പുറപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, ആദിമസഭയിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം, ഹല്ലേലൂയ, വലിയ കൂട്ടം ജനത്തെ ഉണർവിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഐക്യത്തിലെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, സ്നേഹത്താൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം, സന്തോഷത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ. ഇടർച്ചകൾ വരുത്താൻ പാടില്ല. അപ്പം പ്രവാചകൻ പറയുന്ന തലയും കണ്ണും, ഹല്ലേലൂയ, കണ്ണിൽ നിന്നും നീരുറവ പുറപ്പെട്ടതിന് കൊള്ളായിരുന്നു എന്ന് പറയാ. യിരെമ്യാവ് ഈ പ്രാർത്ഥന അപേക്ഷിക്കും പറയുമ്പോൾ, ഹല്ലേലൂയ, താൻ എത്രമാത്രം ആത്മഭാരത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കണ്ണുനീർ വറ്റിപ്പോയേക്കാം. ഒരുപക്ഷെ പ്രവാചകനെ കരഞ്ഞ് കണ്ണുനീര് വറ്റിപ്പോയേക്കാം, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നൽകുന്ന കണ്ണുനീർ, നീരുറവ് വറ്റുകയില്ല, ഹല്ലേലൂയ. ഭൂമിയിലുള്ള സകല നീരുറവുകളും വറ്റി വരണ്ട് പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നീരുറവ്, തല വെള്ളവും കണ്ണുനീരുറവും ആക്കി ദൈവം നമ്മെ നീരുറവിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീരുറവ് ഒരിക്കലും വറ്റിപ്പോകത്തില്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ. ഇന്ന് സഭകൾക്കകത്ത് പ്രാർത്ഥനയിലെ, കുടുംബത്തിൽ പ്രാർത്ഥനയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം പോലും ഇന്ന് ഭവനത്തിൽ പോലുമില്ല, സഭയിലും കാണാനില്ല. നമ്മൾ ആദിമ സഭയുടെ പ്രാർത്ഥന പോലെ നാം മടങ്ങി വരുന്നെങ്കിൽ, ഹല്ലേലൂയ,
ദൈവം നമ്മൾ അത്ഭുതം ചെയ്യും. അപ്പം ദൈവം തരുന്ന കണ്ണുനീരിന്റെ നീരുറവ് വറ്റുകയില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഭാരത്തെ കൊണ്ടുവരികയാണ്. ദൈവം തരുന്ന കണ്ണുനീരിന്റെ ഉറവ അത് വറ്റിപ്പോകുന്നതല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന കണ്ണുനീരിന്റെ ഉറവയത്. ഹല്ലേലൂയ, രക്തം ചെയ്യും പ്രാർത്ഥന. ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ മടക്കിക്കൊണ്ടുവരുവാൻ കാരണമാകും നമ്മുടെ പ്രാർത്ഥന. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ, പാപത്തിൽ വീണുപോയ, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടക്കുന്ന, ദോഷവും വ്യഭിചാരമുള്ള തലമുറകൾ, വക്രതയും കോട്ടവുമുള്ള തലമുറ, ഹല്ലേലൂയ, നാശകരമായ കുഴിലും കുഴഞ്ഞ ചീറ്റിലും കിടക്കുന്ന സകല പാപികളെയും മടക്കിക്കൊണ്ടുവരുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയണം. യത്നം ചെയ്യണം. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ആത്മഭാരത്തോടെ യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആവർത്തിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു നീരുറവയുണ്ടാകണം. പ്രാർത്ഥനയുടെ നീരുറവ, കണ്ണുനീരിന്റെ നീരുറവ, ആത്മഭാരം. അല്ലെങ്കിൽ സമശിഷ്ടങ്ങൾ നഷ്ടപ്പെടുന്നു, സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നു, മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ തലമുറ നഷ്ടപ്പെടുന്നു. മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടങ്ങളും, ഇന്ന് കഞ്ചാവിനും ചരസിനും കറുപ്പിനും ഹാഷിഷും ബ്രൗൺ ഷുഗറിനും ഹെറോയിനും അതുപോലെ MDMA തുടങ്ങിയ സ്റ്റാഫ് അടക്കമുള്ള സകല ഗുളികകളും മയക്കുമരുന്നിന്റെ വിവിധ മേഖലകളിൽ തലമുറ നഷ്ടപ്പെടുകയാണ്. നമ്മൾ കരയണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇവിടെ ജാതിയല്ല വിഷയം, മതമല്ല വിഷയം. തലമുറകൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രൈസ്. അക്രമങ്ങൾ പെരുകുന്നു, വ്യഭിചാരം പെരുകുന്നു, ദുർനടപ്പ് പെരുകുന്നു, അശ്ലീലങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രങ്ങൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നു. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യരാഷ്ട്രങ്ങളെ കൈയടക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിലെ ആക്രോശത്തോടുകൂടി ഒരു കൂട്ടം ജനം എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. കപട ഭക്തന്മാരും കപട വിശ്വാസികളും കള്ളപ്രവാചകന്മാരും കള്ളപുരോഹിതന്മാരും ഒക്കെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. സഭയെ നശിപ്പിക്കുവാൻ പിശാച് പല വിധത്തിലും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജനത്തെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുവരുവാൻ പിശാച് പല തന്ത്രങ്ങളുമായി വരുമ്പോൾ യിരെമ്യാ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഭവനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്റെ മക്കൾ നേരായ പാതയിൽ നടക്കുവാൻ, നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നേരായ പാതയിലൂടെ നടക്കുവാൻ, നിന്റെ സ്വന്തം സഹോദരങ്ങൾ നേരായ പാതയിലേക്ക്, നിന്റെ ദേശം, നിന്റെ സമൂഹത്തിന്റെ അയൽവാസികൾ, ചുറ്റുവട്ടത്തുള്ള സകല കുടുംബങ്ങളും നേരായ പാതയിലേക്ക് നടക്കുവാൻ വേണ്ടി യിരെമ്യാ പ്രവാചകനെ പോലെ നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരുപാട് പ്രാർത്ഥനകൾ അറിയാം, നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം ഒരുവിധം ജൽപ്പനം പോരാ. അല്ലെങ്കിൽ യിരെമ്യാവിനെ പോലെ രാവും പകലും കരയേണ്ടതിന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായി അങ്ങനെ ഒരു നീരുറവയുടെ അനുഭവമുള്ള പ്രാർത്ഥനയില്ല. നമ്മളെങ്ങനെയും നമ്മുടെ കടമയൊന്ന് തീർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മുടെ മേൽ അഭിഷേകത്തെ കൊണ്ടുവരികയാണ്. നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ കൊണ്ടുവരും. അഭിഷേകം നിറയപ്പെട്ട് കഴിയുമ്പോൾ, അഭിഷേകത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവം നിന്റെ തലയിൽ നിന്ന്, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറവയെ ദൈവം പുറപ്പെടുവിക്കും. നിന്റെ കണ്ണ് നീ പോലും അറിയാതെ നിറയുവാൻ തുടങ്ങും. നീ കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും, നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതം മാറും, പ്രാർത്ഥന മാറും, പ്രാർത്ഥന ശബ്ദം മാറും, പ്രാർത്ഥന സ്വരം മാറും. ആത്മാവിൽ നിറയുവാൻ തുടങ്ങും. ഇരുന്ന സ്ഥലം പോലും മാറുന്ന നീ ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ നിന്റെ ഹൃദയത്തിൽ നീ ഏറ്റെടുക്കാൻ തുടങ്ങും. രക്തം ചെയ്യും. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഇന്നത്തെ പ്രാർത്ഥന കൂട്ടായ്മ കണ്ടിട്ടില്ലേ? പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു ചേർക്കും. പക്ഷെ മുഴുവൻ പ്രസംഗ ശുശ്രൂഷകളാണ്, എല്ലാം പ്രസംഗമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കാൻ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണം. ഒരിക്കലും ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു പാസ്, ഹല്ലേലൂയ, ചെറിയ കുട്ടിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു സഭായോഗത്തിന്. പക്ഷെ അവിടെ മുതിർന്ന വിശ്വാസികൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഇത്രയും മുതിർന്നവരിയ്ക്കുമ്പോഴാണോ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിച്ചത്? അത് സഭായോഗത്തിന്. പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്കും.
അപ്പൊ യോഗമൊക്കെ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു കേട്ടോ. ഹല്ലേലൂയ. അവരെന്നോട് ചോദിച്ചു, എന്റെ പാസ്റ്റേ, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പാസ് ചെയ്തു, ഞങ്ങളൊക്കെ സഭയ്ക്കകത്ത് പണ്ടേ ഇരിക്കുന്നവരല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരല്ലേ, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിച്ചത് ശരിയാണോ? അപ്പൊ ഞാൻ അവരോട് മറുപടി പറഞ്ഞു, എന്റെ സഭയ്ക്കകത്ത് കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്. സഭായോഗത്തിൽ അവർ പ്രാർത്ഥിക്കട്ടെ, ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കട്ടെ, അവർ പ്രാർത്ഥിച്ചു വളരട്ടെ, പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥിക്കും പഠിക്കട്ടെ. അവരുടെ രാവും പകലും കരയുവാൻ അവരുടെ തല വെള്ളവും കണ്ണുനീരുള്ളവും ആക്കി എടുക്കുവാൻ നമുക്ക് കഴിയണം. അല്ല നമ്മൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ തലമുറ എന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കും? ഞാൻ ആ മാതാവിനോട് പറഞ്ഞു കേട്ടോ, എന്നാ പ്രാർത്ഥിക്കട്ടെ, എന്റെ പ്രശ്നം ഞാൻ പ്രാർത്ഥിക്കട്ടെ, കുട്ടികൾ വളരട്ടെ, തലമുറയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിന്റെ ഭവനത്തിനകത്ത്, കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ തലമുറയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആത്മഭാരമുള്ള പ്രാർത്ഥന അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. സഭയിലെ ശുശ്രൂഷയ്ക്കകത്ത് ആത്മഭാരത്തിന്റെ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കണം. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയായിരിക്കണം. ഉപവാസ പ്രാർത്ഥന പ്രസംഗവും ദൂതും ആലോചനയും മാത്രമായിരിക്കരുത്. ചെയ്യത്തോട്ട് കുഴപ്പമില്ല, പക്ഷേ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരളമാണ്, തകർന്നുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളാണ്. ലോക സംഭവങ്ങൾ ഓരോന്നും മാറി തുടങ്ങി. ഹല്ലേലൂയ. ലോക സംഭവങ്ങളിൽ തന്നെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നു. കർത്താവിന്റെ അവർ ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന നമ്മൾ സ്നേഹിതരെ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ഹല്ലേലൂയ. രക്തം ചെയ്യും, പ്രാർത്ഥിക്കണം. അപ്പൊ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ യാചിക്കുമ്പോൾ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങാൻ തുടങ്ങും. ഹല്ലേലൂയ. നാം സ്വയം പ്രാർത്ഥിക്കണം. മറ്റാരും പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് നിർബന്ധിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. സ്വയം പ്രാർത്ഥിക്കുവാനുള്ള ഭാരം ഉണ്ടാകണം. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്തം. അല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ദൗത്യം, നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. അപ്പം നാം സ്വയം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വേറെ ലെവലിലേക്ക് കൊണ്ടുപോകരുത്. പ്രാർത്ഥന മറ്റു പല ലെവലിലേക്കും തലങ്ങളിലേക്കും കൊണ്ടുപോകരുത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവം ഉണർവഹിക്കുന്നത്. രോഗികൾ അവിടെ സൗഖ്യം പ്രാപിക്കുന്നത്. ഭൂതങ്ങൾ അലറി ഓടണമെങ്കിൽ പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. നമ്മൾ ഈ പല ഉപവാസ പ്രാർത്ഥനയിലും ചെല്ലുമ്പോൾ കാണില്ല, ഭൂതങ്ങൾ അലറി ഓടാൻ കഴിയത്തില്ല. കാരണം ഭൂതം ഇളകും, അത് ഓടത്തില്ല, ഭൂതം വിട്ടു പോകത്തില്ല. കാരണം പ്രാർത്ഥനയില്ലാതെ ഭൂതത്തിന് പുറത്തു പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോയി നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, നമ്മൾ വന്നിരുന്ന ഭൂതത്തെ ഇളക്കാൻ തുടങ്ങും. ഭൂതം സഭയ്ക്കകത്തുള്ള മറ്റുള്ളവരുടെ കൂടെ കയറി കൊടുക്കാൻ നേരം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂതം ഇറങ്ങുന്ന സഭയിലൊക്കെ ഇരിക്കുന്ന വിശ്വാസത്തോടെയും പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, അല്ലെങ്കിൽ ഭൂതം ഇറങ്ങി നിന്റെ മേൽ വന്ന് കയറും. കാരണം സഭയ്ക്കകത്ത് പ്രാർത്ഥനയില്ല. പലരും ഭൂതം ഇറങ്ങുന്നത് കാണാൻ വേണ്ടി, ഭൂതം ഇളകി കാണാൻ വേണ്ടി, ഭൂതസൂടെ ഇറക്കുന്നത് കാണാൻ വേണ്ടിയാണ് പലരും വരുന്നത്. അങ്ങനെ ഭൂതം ഇറങ്ങി കാണുമ്പോൾ ഭൂതസൂടെ കാണാൻ വരുന്ന നീ ഭൂതത്തെ പ്രാപിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും കേട്ടോ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചോ. അങ്ങനെ ഭൂതം പ്രാപിച്ചു പോയവരെ എനിക്കറിയാം. അല്ലേ, നിങ്ങളുടെ ഫോണിൽ വിളിച്ചവരൊക്കെ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഒരിക്കലും എന്റെ സഭയ്ക്കകത്ത്, എന്റെ സഭയ്ക്കകത്ത് ഞാനിപ്പോ ഇന്ന് പ്രസംഗിക്കുന്നത് എന്റെ വീടാണ്. ഇവിടെ തന്നെയാണ് പ്രാർത്ഥന നടക്കുന്നത്. ഒരു സഹോദരിക്ക് ശക്തമായി ഭൂതം ഇളകി. അപ്പൊ നല്ലൊരു ദൈവദാസനെ വിളിച്ചിരുന്നത്, നല്ല ദൈവദാസനെ പറഞ്ഞ് വിളിച്ചത്. ഇവിടെ വന്ന് ആ ഭൂതം ഇളകി കഴിഞ്ഞപ്പോഴത്തേനും ഹല്ലേലൂയ, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാസ്റ്റർ തയ്യാറായി. അവസാനം പ്രാർത്ഥിച്ച് ആ സഹോദരി ദൈവദാസന് കൈയും കാലും എടുക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ സഹോദരി നല്ല ഭയങ്കര ശരീരമുള്ള ഒരാളാണ്. ഈ പാസ്റ്റർ വളരെ അമ്മയല്ലേ ക്ഷീണിതരുമാ. ഞാൻ ആ പാസ്റ്റർ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളത് മാറ്റിവേ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവസാന സൗകര്യം പരാജയപ്പെട്ടു. നമ്മളെ കണ്ട് പറ്റാത്ത ശുശ്രൂഷ ചെയ്യരുത്. നമ്മളെ കണ്ട് പറ്റുന്ന ശുശ്രൂഷ ചെയ്യാവുള്ളൂ. നമ്മളെ കണ്ട് പറ്റാത്ത ശുശ്രൂഷ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആ ഭൂതം നമ്മുടെ മേൽ കയറും, ആ ഭൂതശക്തി നമ്മുടെ മേൽ വരും. നമ്മളിൽ ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. വേദപുസ്തകം തരുന്ന ദൈവവിളിയും ദൈവത്തിന്റെ നിയോഗവും ദൈവാത്മാവിനാൽ പ്രേരിക്കപ്പെട്ട് ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ശുശ്രൂഷയല്ലാത്ത ഒരു ശുശ്രൂഷകളും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തിരിച്ച് നമ്മൾ തന്നെ അടിമേടിക്കും. അതുകൊണ്ട് ചിലർ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോയതാ, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാ, അന്ന് വന്ന് അമ്മച്ചി കിടന്നതാ, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയത്, അന്ന് വന്ന് അച്ചായം കിടന്ന പാസ്റ്റർ കിടന്ന പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്താ, നീ ജീവിത വിശുദ്ധി ഇല്ലാതെ പോയത് കൊണ്ടാണ്. നീ ജീവിത വിശുദ്ധി ഇല്ലാതെ പോയത് കൊണ്ട്, നിന്നെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിനക്കിട്ട് അടി കിട്ടി. അത് വാസ്തവമാണ്. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. പ്രാർത്ഥനയോടെ പോകണം. ഇരമ്യാവിനെ പോലെ രാവും പകലും കരയേണ്ടതിന്
എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ, അത് ദൈവം നമ്മുടെ തലയും കണ്ണും കണ്ണുനീരുറവാക്കി കഴിഞ്ഞാൽ അത് വറ്റിപ്പോകത്തില്ല. ഭൂമിയിലെ നീരുറവും വറ്റിപ്പോയാലും ഈ കണ്ണുനീരിന്റെ നീരുറവ് വറ്റാതെ ആ കണ്ണുനീരോടെ കൂടി നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങും. ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിൽ നിറഞ്ഞത് ശുശ്രൂഷയിൽ നിന്റെ അരികെ ഭൂതം അടക്കത്തില്ല. ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കും ഭൂതം നിന്നെ കാണുമ്പോൾ അലറി ഓടും. ഏരിയ ഭൂതം നിന്റെ അരികെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്രാർത്ഥന വേണം. പ്രേസലോ അല്ലേരിയ. ഇന്ന് നോക്കി ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിലെ ഭൂതത്തെ ഇറക്കം നടക്കുന്നത്, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് ദൈവസഭയ്ക്കത്ത് അഭിഷേകമുള്ള ദൈവമക്കളെ ഏറ്റവും കൂടുതൽ ഭൂതത്താൽ ബാധിച്ചു കിടക്കുന്നത്. അവർക്ക് ആ ഭൂതം ഇളകുന്ന മുഴുവൻ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച നീ ഭൂതം നിന്റെ മേൽ ഭൂതമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകമുള്ളതാണോ? നിങ്ങളുടെ ഉള്ള രക്ഷയും സ്നാനവും അഭിഷേകം ഏതാണ്? രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് അഭിഷേകമുള്ളവന്റെ മേൽ ഭൂതം വരാൻ പാടില്ല. അവൻ സ്വതന്ത്രനാ. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുവിനെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിക്കുന്ന അടിമരോഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിന്നെ പാപത്തിന്റെ വശീകരണത്തിന് ശാപത്തിന് ദൈവം നിന്നെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നതാ. നീ വീണ്ടും അടിമരോഗത്തിലേക്ക് കടന്നുപോയി. അടിമരോഗത്തിൽ പഴയ പാപത്തിലേക്ക് പോയപ്പോൾ നിന്റെ മേൽ ദുർഭൂതം വന്ന് കയറി. അതിന് ദൈവ ഉത്തരവാദിയല്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. യേശുവിന്റെ രക്തം സകല പാപവും പുറത്ത് ശുദ്ധീകരിക്കുന്നു. അറിയായ്മയുടെ കാലത്തെ സകല പാപങ്ങളിൽ ദൈവം നമ്മൾ നീക്കിക്കളഞ്ഞു. നമ്മുടെ പാപത്തെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കളഞ്ഞു. നിന്നെ സ്വതന്ത്രമാക്കി എടുത്തു. അപ്പാപിതാമി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്നിൽ പകർന്നു. സുബോധത്തിന്റെ ആത്മാവിനെ നിന്നിൽ നിറച്ചു. വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിൽ കർത്താവ് കത്തിച്ചു. ആത്മാവിൽ നിറയപ്പെട്ട് നിൽക്കുന്ന നിന്റെ മേൽ എങ്ങനെ ഭൂതം വരും? നിന്നെ കാണുമ്പോൾ ഭൂതം അലറി ഓടണ്ടേ? പിന്നെ എങ്ങനെ നിങ്ങൾ ഈ ഭൂതം ബാധിച്ചു കിടന്നുള്ളത്? അല്ലേരിയ. എന്താണ് സംഖ്യാപുസ്തകം 23-ാം വാക്യം പറയുന്നത്? ആ വിചാരം യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുകയില്ല. ഇതവിടെ എഴുതി വെച്ചാൽ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല, ആ വിചാരം യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുകയില്ല. പിന്നെ നീ ദുർമന്ത്രവാദത്തെ, ദുർസേവകളെ, ആ വിചാരത്തെ, കൂടോത്ര, ക്ഷുദ്രത്തെ, ഏലസ, തകിടുകളെ, അങ്ങനെ വിവിധ ചരടുകളെ, വരത്തുപോക്കുകളൊക്കെ നീ ഭയപ്പെടേണ്ട കാര്യമുണ്ട്. നീ ദൈവത്തിന്റെ വൈതലല്ലേ? നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമല്ലേ? നീ രക്ഷിക്കപ്പെട്ടവളല്ലേ? ആത്മാവ് നിറയപ്പെട്ടവല്ലേ? അഭിഷേകത്തിന്റെ മേലില്ലേ? അല്ലേ? പിന്നെ നീ എന്തിനെ ആ വിചാരത്തെ ഭയപ്പെടുന്നു, മന്ത്രവാദത്തെ ഭയപ്പെടുന്നു? നീ ദൈവത്തിന്റെ വൈതലാ. നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ ആ ശത്രുവിനെ ഭസ്മമാക്കി കളയാൻ ദൈവത്തിന് കഴിയും. നിന്റെ മേൽ അഭിഷേകത്തെ നീ ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടണം. ഇരമ്യാവൊക്കെ ശുശ്രൂഷ ചെയ്തയാളല്ലേ? ഇരമ്യാവ് ശുശ്രൂഷ ചെയ്തു, പത്രോസ് ശുശ്രൂഷ ചെയ്തു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ശുശ്രൂഷ ചെയ്തവരല്ലേ? അവരെ എവിടെയെങ്കിലും ഭൂതം വ്യാപിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തിയിൽ ഏതെങ്കിലും അപ്പോസ്തലന്മാർക്ക് ഭൂതം പ്രാപിച്ച് അവരുടെ മേലുള്ള ഭൂതത്തെ ഇറക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് സഭയ്ക്കകത്ത് കയറി? പ്രാർത്ഥനയുടെ കുറവ്, വിശുദ്ധിയുടെ കുറവ്, വചന ധ്യാനമില്ലാത്ത അനുഭവങ്ങൾ. അതെ, ഇവിടെ പ്രവാചകനെ പോലെ മടങ്ങുക. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവുമായിരിക്കും. ക്രൈസ്തവ സഭ മടങ്ങി വരട്ടെ. ഞാനീ പെന്തക്കോസ്തുകാരെ കുറിച്ച് മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളോട് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. അല്ലേലിയ. പരസ്പരം തൊഴുത്തിൽ കുത്ത് മാറ്റിവെച്ചിട്ടും മടങ്ങുക പ്രാർത്ഥനയിലേക്ക്. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിനെ നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും എന്നുള്ള ജനത്തിലെ വിശ്വാസം. അവർ രോഗികളെ എടുത്തുകൊണ്ട് വന്ന് പത്രോസ് പോകുന്ന വഴിയിൽ കിടത്തി. പത്രോസിന്റെ നിഴലെങ്കിലും അടിച്ചാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഭയങ്കര വിശ്വാസമല്ലേ? അപ്പം പത്രോസിന്റെ അഭിഷേകം എന്താ? പത്രോസിന്റെ നിഴലെങ്കിലും അടിച്ച രോഗിയെ സൗഖ്യം പ്രാപിക്കണം, ഭൂതങ്ങൾ അലറി ഓടണമെങ്കിൽ പത്രോസിന് മേലുള്ള അഭിഷേകം എന്താ? പത്രോസിന്റെ മേൽ ഒരിക്കലും ഭൂതം കയറിയില്ല. പത്രോസിന്റെ മേലുള്ള ഭൂതം ഇറക്കാൻ ഒരു പാസ്റ്റർമാരും ചെന്നിട്ടുമില്ല. പത്രോസിനെ കാണുമ്പോൾ ഭൂതം അലറി കൂടുമായിരുന്നു. അല്ലേലിയ. ഇന്ന് നമ്മുടെ മേലുള്ള ഭൂതത്തെ ഇറക്കാനാണ് ദൈവദാസന്മാർ നടക്കുന്നത്. അല്ലേലിയ. നമ്മളെ കാണുമ്പോൾ ഭൂതം അലറി ഓടണം കേട്ടോ.
ഹല്ലേലൂയ. അതിനധികം അഭിഷേകം തന്നത്, നിന്റെ മേൽ അഭിഷേകം തന്ന് കൃപ തന്നത് എന്തിനാ? നിന്നെ കാണുമ്പോൾ ഭൂതം അലറി ഓടണം. അല്ലെങ്കിൽ ഭൂതത്തെ കാണുമ്പോൾ നീ അല്ല അലറി ഓടേണ്ടത്, ഭൂതം നിന്നെ കാണുമ്പോൾ അലറി ഓടണം. പ്രൈസറോ ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊള്ളാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? വ്യക്തം ചെയ്യുക. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നാം കടന്നു പോകുന്ന വഴിയിൽ, നാം യാത്ര ചെയ്യുന്ന വഴിയില്, നാം കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ, നാം കടന്നു ചെല്ലുന്ന സഭയിൽ, നാം നിൽക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ജീവിത വിശുദ്ധി പാലിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയായിരുന്നു, ഭവനത്തിലോ സഭയിലോ സമൂഹത്തിലോ ജോലിയിലോ 4 പേര് കൂടുന്ന ഏത് മേഖലയിൽ ചെന്നാലും നിങ്ങളൊരു ദൈവ പൈതലാണ്, നിങ്ങളൊരു ദൈവ വിശുദ്ധനാണ്, ദൈവത്താൽ നിറയപ്പെട്ട് ദൈവവിളി കേട്ടിറങ്ങി അഭിഷേകമുള്ള ഒരു ദൈവ പൈതലാണെന്നുള്ള ചിന്ത, ഹല്ലേലൂയ, അത് നിന്നെ വിട്ട് മാറരുത്. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൾ കിംബം തരുന്ന കണ്ണുകളെ ആമീൻ രസിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ, ശരീരത്തെ, മനസ്സിനെ അങ്ങോട്ട് ആവാഹിച്ചെടുക്കുന്ന വിധത്തിലുള്ള ഈ ലോകത്തിന്റെ സുഖലോൽപ മോഹസുഖങ്ങൾ എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരത്തക്ക നിലയിൽ പിശാച് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ പലതും പ്രദർശിപ്പിക്കും. അവൻ ആശ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരും. ആശ വന്നു കഴിഞ്ഞാൽ അത് ആഗ്രഹമായി മാറും. ആഗ്രഹം വന്നു കഴിഞ്ഞാൽ മോഹമായി മാറും. അങ്ങനെ ആശ ആഗ്രഹമായി, ആഗ്രഹം മോഹമായി, മോഹം പിന്നെന്തെയും പാപത്തെ പ്രസവിക്കും. അല്ലെങ്കിൽ മോഹം ഗർഭം ധരിക്കും, പാപത്തെ പ്രസവിക്കും. ഇത് യാക്കോബ് പറഞ്ഞ കാര്യമാണ്, യാക്കോബിന്റെ ലേഖനത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഉള്ളിൽ ആശ ആഗ്രഹം വന്ന മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കാതിരിക്കാൻ നിന്റെ ജീവിത വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കണം. ഇരമ്യാവിനെ പോലെ. എന്നിട്ട് ഇരമ്യാവിനെ പോലെ കരയണം. പ്രൈസ് ദി ലോർഡ്. അത് കരയുവാനുള്ള ഹൃദയമാണ് ആവശ്യം. ക്രൈസ്തവ സമൂഹത്തിന്റെ ഉപദ്രവങ്ങൾ, പീഡനം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ ഭൂമി ഉന്മൂലനാശം ചെയ്യുവാൻ പിശാച് പല പദ്ധതികളും ആവിഷ്കരിച്ച് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒന്നിച്ച് സണ്ടകൊണ്ടൻ എഴുന്നേറ്റ് ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഇരമ്യാവിനെ പോലെ നമുക്ക് പറയണം, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നികിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ട എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരോ ആയതിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. അയ്യോ എന്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ളൊരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഈ യിരെമ്യാവ് പറയാ, അത്രമാത്രം ജനത്തിന് പാപം പെരുകി. ഈ പുള്ളി പറയാ യിരെമ്യാവ്, ഈ ജനത്തെ വിട്ട് ഓടിപ്പോകാൻ വഴിയരികിൽ വഴിയാത്രക്കാർക്ക് സത്രമെങ്കിലേ കെട്ടിയ കൊള്ളായിരുന്നു. അത്രയ്ക്ക് പാപം പെരുകി. അല്ലേ? ഇന്ന് പാപം പെരുകി സകല ജനത്തിൽ പാപത്തിലേക്ക് വശീകരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താനി ആരാധന എല്ലായിടത്തും പെരുകി. കേരളത്തിൽ എല്ലാ ജില്ലകളും സാത്താനി ആരാധന. ഇപ്പൊ ഓൺലൈനിൽ സാത്താനി ആരാധന തുടങ്ങി. അങ്ങനെ സാത്താൻ പല വിധത്തിലും മനുഷ്യനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുക, പാപത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ കുടുംബ സമാധാനത്തോടെ ജീവിക്കാൻ പിശാച് അനുവദിക്കത്തില്ല. അത് ഇപ്പം വിശ്വാസിലായിരുന്നാലും ക്രൈസ്തവ സമൂഹത്തിലായാലും മറ്റുള്ള സമൂഹത്തിലായാലും ഒറ്റ കുടുംബത്തിൽ പോലും ജനസ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പിശാച് അനുവദിക്കത്തില്ല. എല്ലാ കുടുംബത്തിനകത്തും പ്രശ്നമാണ്, എല്ലാ കുടുംബത്തിനകത്തും അല്ലെങ്കിൽ പ്രതിസന്ധികളാണ്. എന്നും നിലവിളിയാണ് അനവധി കുടുംബങ്ങൾക്കകത്ത്. കണ്ണീരോടെ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അവന് കർത്താവിനെ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഈ പരദേശ പ്രയാണ, ഈ വിശ്വാസ യാത്ര, നമ്മുടെ ക്രിസ്ത്യ ജീവിതം സന്തോഷത്തോട് ഓടി തീർക്കണം. പൗലോസ് ചെയ്തതുപോലെ പൗലോസ് തന്റെ വിശ്വാസ ജീവിതം സന്തോഷത്തോടു കൂടി ഓടി തീർത്തവനാ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ഉപദ്രവങ്ങൾ ഏൽക്കുമ്പോഴും ആമീൻ ശരീരമാസകലം മുറിവേൽക്കുമ്പോഴും ആമീൻ ചെലവെല്ലാം അവിടെ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് പറഞ്ഞ പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും പൗലോസ് എന്ന് പറയുന്ന വ്യക്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്തും തന്റെ സങ്കടങ്ങളൊന്നും പുറത്തു വെക്കാതെ തന്റെ അവസാനം താൻ പറഞ്ഞ നല്ല പോർ പൊരുതോട്ടം തികച്ചു, വിശ്വാസം കാത്ത നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നല്ല പോർ പൊരുതു. പൗലോസ് പറഞ്ഞതാ.
എന്താണ് നമ്മൾ നല്ലപോലെ പൊരുതുന്നത്? അമ്മായിമ്മ മരുമോളോട് പൊരുതി, മരുമോൾ അമ്മായിമ്മയോട് പൊരുതി, നാത്തുമാർ തമ്മിൽ, സഭയ്ക്കകത്ത് വിശ്വാസികൾ തമ്മിൽ, പാസ്റ്റർമാർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുതി, അയൽവാസികൾ തമ്മിൽ നല്ല പോർപ്പൊരുതു. അല്ലെങ്കിൽ മരിച്ചവരും വലിയ ഫ്ലക്സ് നല്ല പോർപ്പൊരുത് ഓട്ടം ചെയ്യുക. എന്താണിത് ഈ പൊരുതിയത്? പൗലോസിന് പറയാൻ യോഗ്യതയുണ്ട്. പൗലോസിന് പറയാൻ യോഗ്യത. മരണത്തിന് മുമ്പേ പൗലോസ് സ്വയം അത് പറഞ്ഞു വെച്ച്, ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാം മരണ ഫ്ലക്സ് മരിച്ച ഫ്ലക്സ് അടിച്ചു വെക്കും ഈ വാക്ക് എഴുതി വെക്കാറുണ്ട്. പക്ഷെ നമുക്കത് പറയാൻ കഴിയുമോ? എന്താണ് നമ്മൾ നല്ല പോർപ്പൊരുത്? പൗലോസ് കർത്താവിന് വേണ്ടി നല്ല പോർപ്പൊരുതി. കർത്താവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ യിരെമ്യാ പ്രവാചകനെ പോലെ രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും കണ്ണുനീരോടും ആയിരിക്കുമെങ്കിൽ കൊള്ളായിരുന്നു. യിരെമ്യാ പറഞ്ഞ പോലെ പൗലോസ് നിലവിളിയോടെ പ്രാർത്ഥിച്ചു. പൗലോസിന്റെ പ്രാർത്ഥനകൾ ലേഖനത്തിൽ നമ്മൾ വായിക്കണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ എത്ര ശക്തമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു പിറുപിറുപ്പും കൂടാതെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ച പൗലോസ്. ഹല്ലേലൂയ. അതെ, ആദിമസഭ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരാം. തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തെറ്റുകുറ്റങ്ങളെ വെച്ചുകൊണ്ട് മുന്നോട്ട് വരാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ കോപം വെച്ചുകൊണ്ടിരിക്കാതെ നമ്മുടെ കോപത്തെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കോപം ശമിപ്പിച്ച് നാം ദൈവത്തോട് നിർമ്മല മനസ്സായിട്ടുള്ളവരായി പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സഹോദരനോടല്ല പകയും കയ്പും വിദ്വേഷമൊക്കെ വെച്ചിട്ട് നീ യാഗവുമായിട്ട് ദൈവസ്ഥലേക്ക് പോയാൽ ആ യാഗത്തെ ദൈവം പ്രസാദിക്കുന്നില്ല. എൻ്റെ യാഗം അവിടെ വെച്ചിട്ട് ആദ്യം ഒരു സഹോദരൻ നിഴന്നു കൊള്ളാനാണ് മത്തായിയുടെ സുവിശേഷം 5:22 കർത്താവ് പറയുന്നത്. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ ജീവിതമില്ല. നമുക്ക് വാക്യങ്ങൾ അറിയാം, ശുശ്രൂഷ അറിയാം, അല്ലേലിയ, നമുക്കിതൊക്കെ ചെയ്യാൻ അറിയാം, അല്ലേലിയ, പക്ഷെ നമുക്ക് ജീവിതമില്ല. വചനപ്രകാരമുള്ള ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ ആത്മാക്കൾ ആത്മീയ അനുഭവത്തിലേക്ക് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ആത്മാക്കൾ ആത്മീയ അനുഭവത്തിൽ നിൽക്കണം. പ്രൈസലോട്. ഇവിടെ നാം ദൈവത്തിന് കയറിയ സ്വന്തം ജ്ഞാനം കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യരുത്. ചിലർ എനിക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പണമുണ്ട്, പാരമ്പര്യമുണ്ട്, എനിക്ക് പിടിപാടുകളുണ്ടെന്നൊക്കെ പറയത്തില്ലേ? അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? നിനക്ക് ദൈവികമായ ജ്ഞാനം ആവശ്യമാണ്. ദൈവികമായ ജ്ഞാനം നിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ദൈവികമായ ജ്ഞാനം നിന്നെ ദൈവം അയക്കുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്തോടെ ആ ജ്ഞാനം നീ പ്രയോജനപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? നിനക്ക് നഷ്ടപ്പെടുന്ന തലമുറയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ നോക്കണം. ഏക മനസ്സോടുകൂടി ചുറ്റുവട്ടത്തുള്ള ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശ്വരോ, ഒരു ഉണർവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ 2025 തീരുമ്പോൾ ഒരു ഉണർവുണ്ടാകണമെന്ന് ഞാനെങ്കിലും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ മാതാപിതാക്കളിൽ, നിന്റെ ഭർത്താവിന്റെ ഉള്ളിൽ, നിന്റെ ഭാര്യയുടെ ഉള്ളിൽ, നിന്റെ സഭയ്ക്കകത്ത് അഭിഷേകം പ്രാപിക്കാനുള്ള കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. അവർ കൃപാവരങ്ങൾ പ്രാപിക്കണം. ദർശനമുള്ളവരായി തീരണം. സ്വപ്നങ്ങളുള്ളവരായി മാറണം. യോസേപ്പിനെ പോലെ സ്വപ്നമുള്ളവരായിരിക്കണം. അല്ലേലിയ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് വലിയ കൂട്ടം ജനം കടന്നു വന്നതുകൊണ്ട് സഭ വിശാലമായി ഉണർവായില്ല. ചിലർ പറയുന്നത് സഭയ്ക്കകത്ത് 1000 പേരുണ്ട്, അതുകൊണ്ട് ഉണർവായില്ല. സഭയ്ക്കകത്ത് 1000 പേര് വന്നതുകൊണ്ടോ, 2000 പേര് വന്നതുകൊണ്ടോ, 10000 പേര് വന്നതുകൊണ്ടോ സഭയ്ക്കകത്ത് ഉണർവ് വന്നില്ല. സഭയിൽ കടന്നു വന്നവരുടെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ ഉണർവുണ്ടാകും. സഭയിൽ കടന്നു വന്നവരുടെ ഉള്ളിൽ അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ, അവന് വചന ധ്യാനമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ, ക്രിസ്തുവുമായി ഏകാഗ്രതയോടെ ഇരിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനമുള്ളവനാണെങ്കിൽ, മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണർവുണ്ടാകും. അല്ല, സഭയ്ക്കകത്ത് 10,000-15,000 പേരുള്ള ഉണർവുണ്ടാകണമെന്നില്ല. അല്ലേലിയ. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടാകണം. വാചനപ്രകാരമുള്ള സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കകത്ത് വിധേയപ്പെട്ട് നിൽക്കുന്നവന്റെ ഉള്ളിലാ ദൈവം ഉണർവിനെ അയക്കുന്നത്. ഇന്നത്തെ സുവിശേഷമൊക്കെ ബിസിനസ്സാ, പണം ഉണ്ടാക്കലാ. അല്ലേലിയ. നോക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കണ്ണുനീരോടെ മദ്യം, മയക്കുമരുന്ന്, വാൻമസ, ലഹരി പദാർത്ഥങ്ങൾ പെരുകിയില്ലേ? അക്രമങ്ങൾ പെരുകിയില്ലേ? കുലപാതകങ്ങൾ, പീഡനങ്ങൾ, പിടിച്ചുപറികൾ, മോഷണങ്ങൾ, അഴിമതി, കരിഞ്ചന്തകൾ, പൊഴുത്തുകപ്പോഴൊക്കെ പെരുകിയില്ലേ? ആത്മഹത്യ എത്രമാത്രം പെരുകി? എത്രമാത്രം പീഡനത്തിലെ കഥകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു?
പിശാച് സകല ജനത്തെയും തകർത്തു. ഇവിടെയാണ് നമ്മൾ യിരെമ്യാവിനെ പോലെ പ്രാർത്ഥിക്കേണ്ട. അയ്യോ, എന്റെ ജനത്തിന്റെ നിഹിതമാർ നിമിത്തം, എന്റെ ജനത്തിൻ പുത്രിയുടെ നിഹിതമാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന്. ഒന്നുകൂടെ നിങ്ങൾ പറയാം, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതമാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തലവെള്ളവും എന്റെ കണ്ണുനീരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. സങ്കടത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? മാതാവേ, പിതാവേ, നിന്റെ മക്കളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം. നിന്റെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ലേലിയ ചിലർ കണ്ടത്തിലെ സഭയിൽ 5 വർഷം 6 വർഷം ഇരുന്നോടും പ്രാർത്ഥിക്കാൻ പറ്റാൻ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു കണ്ടില്ലേ? പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നാണിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി രക്ഷിക്കുന്നത് കണ്ടില്ലേ? പ്രാർത്ഥിക്കാൻ തലമുണിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിവില്ല. നിന്റെ സഭയ്ക്കകത്തുള്ള കുഞ്ഞു കുട്ടികളെ നീ തിരിച്ചറിഞ്ഞ് സംസാരിക്കാനാകും തൊട്ട് ആ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിന്റെ സഭയ്ക്കകത്ത് വളർത്തിയെടുക്കണം, വീട്ടിൽ വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രം അവർക്ക് യിരെമ്യാവിനെ പോലെ ഭാരതത്തോടെ കരയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന് വചനം വായിക്കാനോ സമയമൊന്നുമില്ല. മാതാപിതാക്കൾക്ക് അവരെ പഠിപ്പിക്കാനോ സമയമില്ല. മാതാപിതാക്കൾ വലിയ പാള പോലെയുള്ള മൊബൈലും എടുത്ത്, കുഞ്ഞുങ്ങൾക്കും വലിയ പാള പോലെയുള്ള മൊബൈലെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്ത് യൂട്യൂബ് തുറന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഇൻസ്റ്റഗ്രാമും മേലരിയും ഫേസ്ബുക്കും മെസ്സഞ്ചറും എല്ലാവർക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ലോകത്തിലേക്ക് ഇറക്കി വിടുകയാണ് ഇന്നത്തെ മാതാപിതാക്കൾ. എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്ക് നിന്റെ കുഞ്ഞിനെ വചനം പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദര? അല്ലേരിയ, യൂട്യൂബാണ് നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. അവൻ യൂട്യൂബിനകത്ത് തന്നെ നശിക്കും. അല്ലേരിയ, മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേ. കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്ത് ചോറ് കൊടുക്കുന്നു തൊട്ട് കുഞ്ഞിനെ വളർത്തിയെടുത്ത് ചോറ് കൊടുക്കാൻ എടിയിൽ കയറ്റി വെക്കുമ്പോൾ കൊച്ചിന്റെ കയ്യിലോട്ട് മൊബൈലും കൊടുത്ത് ചോറ് കൊടുക്കും, കൊച്ചിന് മുമ്പിൽ മൊബൈലും കൊടുത്ത് ആ കൊച്ചിനെ നീ വളർത്തിയെടുക്കുക. അതിനെ ദൈവകൃപി വളർത്തിയെടുക്കുക. ആ കുട്ടി വളർന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവളായി മാറും. അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് അപ്പനും അമ്മയും മക്കളും എല്ലാം ഓരോ സ്ഥലത്ത് മാറി മൊബൈലിൽ കുത്തി കളിക്കുന്ന നീ നിന്റെ മക്കളെയും നീ വേണ്ട അങ്ങനെ ഇരുന്നാൽ എന്റെ കുടുംബം അതിന്റെ കുടുംബത്തിന്റെ അടിത്തറ പിശാച് തോണ്ടും. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ദൈവസഭയെ ദൈവത്തിന് കുറ്റം പറയരുത് കേട്ടോ. പ്രാർത്ഥിക്കാൻ മടങ്ങി വരണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് അരാജകത്വം. നീ പ്രാർത്ഥിക്കുന്നതിന്റെ കുടുംബത്തിന്റെ അയൽവക്കത്ത് പിശാച് അടുക്കത്തില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ കുടുംബത്തിന്റെ അയൽവക്കത്ത് നിന്റെ ആതിരയിൽ പിശാചു ദുർമന്ത്രവാദങ്ങളോ ദുർസേവകളോ ദുർഭൂതങ്ങളോ ആഭിചാര മന്ത്രവാദ കൂടോ ക്ഷുദ്രശക്തികളുടെ അതിരയിലെടുക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ഇതൊന്നുമില്ല. ഇതിന്റെ കുടുംബത്തിനകത്ത് ഇതെല്ലാം വന്ന് വരിഞ്ഞു വീഴുകയും ചെയ്യും. പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അതിപ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല നമ്മുടെ ഉള്ളിലുള്ളത്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയിൽ ഉറങ്ങുകയില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങുകയിൽ ഉറങ്ങുകയില്ല എന്ന് ദൈവവചനം വായിക്കുന്ന പോലെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. ഹല്ലേലൂയ. ഏത് സമയത്തും പ്രാർത്ഥിക്കും. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന വീരൻ ആരാന്നറിയോ? ദാവീദാ കേട്ടോ. ഹല്ലേലൂയ. ദാവീദ് ഏത് പ്രശ്നം ഉണ്ടായാലും ഓടിപ്പോരുത് പ്രാർത്ഥിക്കുക. വൈകുന്നേരത്ത്, ഉച്ചയ്ക്കും, രാവിലെയും, അർദ്ധരാത്രിയിലും. ആമീൻ. 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും 4-ാം യാമത്തിലും ദിവസം 7 പ്രാവശ്യം എന്ന് വേണ്ട ഭക്തൻ പ്രാർത്ഥിച്ചത് എന്നൊക്കെ പറഞ്ഞ് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന ഭാരം. അല്ലെങ്കിൽ യിരെമ്യാവിനെ പോലെ. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ട പത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഉപദേശം ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഈ കാലഘട്ടം നമുക്ക് പ്രാർത്ഥന ആവശ്യം. നിന്റെ കുടുംബം ശുദ്ധീകരിക്കപ്പെടട്ടെ. നിന്റെ കുടുംബത്തിന്റെ ബന്ധനം കഴിയട്ടെ. നിന്റെ കുടുംബം കടക്കടിയിൽ കിടക്കുകയല്ലേ? അല്ലെങ്കിൽ ദേശത്തിന്റെ പൂരികൾ മരിക്കുവാൻ ഒരുക്കമായി ഇരിക്കുകയാണോ നീ? കടക്കടി കൊണ്ട് ഉയർച്ചയില്ലാതെ, ഒരു ജോലിയില്ലാതെ, ശാരീരികമായ ക്ഷീണത്താൽ, ബലഹീനത, രോഗത്താൽ, മാനസികമായി തകർന്നിരിക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. യിരെമ്യാവിനെ പോലെ ആദ്യം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും. അവൻ അത്ഭുത മന്ത്രിയ. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മാന്ത്രി വീരനാണ്. ദൈവ നിത്യപിതാവ്, സമാധാന പ്രഭു. ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കുന്നത്. നീ ആ കർമ്മം നിന്റെ ഉള്ളിൽ വരട്ടെ.
ലേരി അത്ഭുത മന്ത്രിയായി നിന്റെ ജീവിതത്തിൽ വന്നാൽ അവൻ നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന സമൂഹം, പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ഈ ജനത്തെ അവന്റെ പാപത്തിന് വിടിവിക്കുവാൻ ഏക വഴി പ്രാർത്ഥന മാത്രമാണ്, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയതേ, കൃപയുടെയും ആത്മാവിന്റെയും യാചനയുടെ ആത്മാവിനെ നിങ്ങളിലേക്ക് പകരുമെന്ന് സക്രിയാവിന്റെ പുസ്തകം 12:10 വായിക്കുന്നുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും പ്രാർത്ഥനയുടെ നീരോടെ പുറപ്പെടട്ടെ. നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും, നിങ്ങളുടെ ആത്മാവിൽ നിന്നും, നിങ്ങളുടെ ശിരസിൽ നിന്നും പ്രാർത്ഥനയുടെ നീരുറവ് അല്ലയ്യ പുറപ്പെടട്ടെ. അല്ലേറിയ ഹാഗാർ കണ്ണുനീരൊഴുക്കി വിലവിളിച്ചപ്പോൾ വെള്ളം നിറഞ്ഞ നീരുറവിനെ മരുഭൂമി ദൈവം കാണിച്ചു കൊടുത്ത, അബ്രഹാം കൊടുത്ത ഒരു തുരുത്തിലെ വെള്ളവും അടയും തീർന്നു കഴിഞ്ഞപ്പോൾ കുട്ടി വിശന്ന് ദാഹിച്ച് കുട്ടിയുടെ മരണം കാണാതിരിക്കാൻ വേണ്ടി കുട്ടിയുണ്ടെന്നൊരു കുറുക്കാട്ടിലിട്ട് ഹാഗർ മാറി കരഞ്ഞു നിലവിളിച്ചു. ആ നിലവിളി എന്ത് ചെയ്തു? കുട്ടിയുടെ നിലവിളി ദൈവം കേട്ടു. അല്ലേറിയ ബാലന്റെ നിലവിളി ദൈവം കേട്ട് എന്ത് ചെയ്തു? ഹാഗറിന്റെ കണ്ണു തുറന്നപ്പോൾ ഒരു നീരുറവെ ദൈവം കൊടുത്തു. അല്ലേറിയ അതുപോലെ ഹന്നയുടെ നിലവിളി കേട്ട് കണ്ണുനീര് കണ്ടവൻ ഹന്നയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേലിനെ കൊടുത്തു. ദാൻ മുതൽ ബേർശബ ഒരു അറിയപ്പെടുന്ന പ്രവാചകനായി ശമൂവേൽ പിന്നീട് ഉപയോഗിക്കപ്പെട്ടു. മരിക്കത്തക്ക രോഗം പിടിച്ച് ഹിസ്കിയ പ്രവാചകൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവന്റെ ആയുസ്സിന്റെ 15 സംവത്സരം ദൈവം കൂട്ടിക്കൊടുത്തു. അത് പ്രാർത്ഥിച്ച നിനക്ക് വിടുതലുണ്ട്. അല്ലേലിയ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹാഗറിന് മരുഭൂമി നീരുറവെ തുറന്ന ദൈവം നിന്റെ ഭവനത്തിനകത്ത് ചില നീരുറവുകളെ, വരണ്ട് കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന നിന്റെ ഭവനത്തിൽ ജീവിതത്തിൽ ചില നീരുറവയുടെ അനുഭവത്തെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഹന്ന പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം ഹന്നയ്ക്ക് ശമൂവേലിനെ കൊടുത്തതുപോലെ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യും. മാരകമായ രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതത്തിന്റെ 15 സംവത്സരം നീട്ടിക്കൊടുത്ത് നീ മാരക രോഗിയാണോ? നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥനയുടെ കണ്ണുനീരിന്റെ നീരുറവ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ ദൈവം സൗഖ്യമാക്കും. അതേ, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനത്തിലും ഇതിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ ക്രമീകരണം വരുത്തുവാനുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തി മാനസാന്തരപ്പെട്ട്, കർത്താവേ, എന്റെ ജനത്തിൻ പുത്രിയുടെ നിഹിതമാർന്ന വിത്തം രാവും പകലും കരയേണ്ടത് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുള്ളൂ ആയതെങ്കിൽ വായെന്ന് പ്രവാചകൻ നിരമ്യാവരെ പോലെ പ്രാർത്ഥനയുടെ നീരവും നിന്റെ കുടുംബത്തിൽ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഈ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് കണ്ണുകളച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യമുള്ള 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽ പ്രാർത്ഥവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സകല ഭരണ പ്രതിപക്ഷ നേതാക്കന്മാർ, എല്ലാ മത സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങൾക്ക് എല്ലാ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ചരിത്ര മാധ്യമ മീഡിയ രംഗസ് എല്ലാവരെയും കർത്താവ് സകലരുടെ പുതുമകളിലും ആയിരിക്കുന്ന കർത്താവ് ആത്മ ഡ്രൈവിംഗിൽ കർത്താവ് എല്ലാ മേഖലയിലേക്കും ജനത്തിനായി ദ്വീപുകളിൽ താമസിക്കുന്നവർക്ക് ശൈശവത്തിലും ബാലികവും യൗവനത്തിൽ വാർദ്ധക്യത്തിലും വൃത്തരസന യാച ഓർഫനച്ചോട്ട യുവൻ തടവറയിൽ മദ്യത്തിനും മയക്കിനും പഞ്ചലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന സകല ചുറ്റിക്ക് അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളിലും മൊബൈലിലെ സകല അശ്ലീല ഗെയിമുകളിൽ അകപ്പെട്ട് കിടക്കുന്നവർ ജനം മടങ്ങി വരുവാൻ പാടത്തും പറമ്പിലും കോഴിയിലും കല്ലിലും മണ്ണിലും പണിയെടുക്കുന്ന അരിയോട് പണിയെടുക്കുന്ന ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്ന ജനം ഭാവി എല്ലാം കരയിലും ആകാശം വാഹനോടി യാത്രയിൽ വാഹനങ്ങളെ സെയിൽസ് ചെയ്യുന്നു. എല്ലാ ടൈപ്പ് സർവീസിനെയും വഴിയോര കച്ചവടക്കാർക്കായി എല്ലാ വ്യാപാരി വ്യവസായികളെയും കൺസ്ട്രക്ഷൻ മേഖല മെക്കാനിക്കലായിരിക്കുന്ന എല്ലാ ജനത്തിനും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി. കടലോരവാസികളെ മത്സ്യം ആഴക്കടലിൽ കടന്നുപോയി കരികളിൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, വിദേശരാജ്യം മണലാടിന് കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന വിദേശരാജ്യം വേദന ലഭിക്കുന്നവർ, ഇത് മാരകമായ രോഗത്തിൽ കടക്കണിയാൽ കടന്നുപോകുന്ന ജപ്തി നടപടി നേരിടുന്നവർ, ശാരീരികമായ ബലഹീനത നേരിടുന്ന എല്ലാ പ്രിയപ്പെട്ട ജീവിതത്തിൽ ഇരമ്യാവിനെ പോലെ രാവും പകരം കരിയുന്ന തലം വെള്ളവും കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ ഒരു വലിയ പ്രാർത്ഥന നീരുറവ് എല്ലാ ജനത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടാകുവാൻ ദൈവസഭയ്ക്കായി പ്രാർത്ഥി, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥി, ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥി. രൂപമ്പോൾ ക്രൈസ്തവ സമൂഹത്തെ കരങ്ങളിലേൽപ്പിക്കുകയാണ്. സുവിശേഷ മുഖാന്തരം ജയിലിൽ കിടക്ക പ്രിയപ്പെട്ടവരുണ്ട്, കഷ്ടം സഹിക്കുന്നുണ്ട്, അവരെല്ലാം വിടിവിക്കണമേ പ്രാർത്ഥി. വാർദ്ധക്യമായ ഭാരപ്പെടുന്നവർ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, വിവിധ സർജറിക്ക് വിധേയപ്പെട്ടവർ, അവരെല്ലാം ഞങ്ങൾ സമയത്ത് ഓർക്കുകയാണ്. ആക്സിഡന്റ് പെട്ട് കിടക്കും ജന്മനാ വൈകല്യമുള്ളവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി. വലിയൊരു സൗഖ്യം കൊടുക്കണം. പാപത്തിൽ മരിച്ചു കിടക്കുന്ന, പാപത്തിന് അടിമകളായി കിടക്കുന്ന
ഈ ലോകത്തിന്റെ വെറുക്കൂത്തിൽ വീണിറക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലോകരാജ്യരാഷ്ട്രങ്ങൾ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പേമാരികളും ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ, പ്രകൃതിയുടെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, കർത്താവിന്റെ വരവേറ്റവും ആസനമായെന്ന് തിരിച്ചറിഞ്ഞ ജനം മടങ്ങുമെന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിനെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.